പാർലമെന്റ് ശൈത്യകാല സമ്മേളനം അവസാനിച്ചു. ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. തൊഴിലുറപ്പ് ഭേദഗതി ബില്ലിനെതിരെ ഇന്നും പ്രതിപക്ഷം പാർലമെന്റിൽ പ്രതിഷേധിച്ചു. അതേസമയം BBG രാംജി ബില്ലിനെതിരെ പ്രതിഷേധിച്ച കോൺഗ്രസ് എംപിമാർക്കെതിരെ BJP അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി. പാർലമെന്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചുരുങ്ങിയ സഭാ കാലയളവാണ് ഇന്ന് പൂർത്തിയായത്. 15 ദിവസം മാത്രമുള്ള സമ്മേളന കാലയളവിൽ മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിയ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ബിൽ, ആണവോർജ്ജ ഭേദഗതി ബിൽ, ഇൻഷുറൻസ് ഭേദഗതി ബില്ലുകൾ അടക്കമുള്ളവ ഏകപക്ഷീയമായി പാസാക്കിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. പാർലമെന്റിന് പുറത്ത് ഇന്നും പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി. ബില്ലിനെതിരെ പ്രതിഷേധിച്ച ഷാഫി പറമ്പിൽ, ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ് എന്നിവർക്കെതിരെ BJP MP സഞ്ജയ് ജയ്സ്വാൾ സ്പീക്കർക്ക് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി. തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതിക്കെതിരെ ജന്തർ മന്ദറിലെ സമരത്തിന് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുപോലുള്ളൊരു നിയമനിർമ്മാണം നടന്നിട്ടില്ല. ഇത്രയും വ്യാപകമായ പ്രത്യാഘാതമുള്ള ഒരു ബില്ല് തിരക്ക് പിടിച്ച് അർദ്ധരാത്രിയിൽ പാസാക്കുക എന്നത് വലിയൊരു കളങ്കമായി ഭവിച്ചിരിക്കുകയാണ്. SIR-മായി ബന്ധപ്പെട്ട ചർച്ചയും വന്ദേമാതര ചർച്ചയിലും പ്രതിപക്ഷം സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. അതേസമയം ചർച്ചകളിലെല്ലാം നെഹ്റു കുടുംബത്തെ കടന്നാക്രമിക്കുന്ന സമീപനമാണ് BJP നേതാക്കൾ സ്വീകരിച്ചതെന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. അവസാന ദിവസമായി ഇന്ന് പ്രധാനമന്ത്രി സഭയിലെത്തിയപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യവും ഇന്ത്യ സഖ്യ നേതാക്കൾ ചോദ്യം ചെയ്തു. മീഡിയ 1 ഡൽഹി.